HMTയുടെ നല്ല കാലവും മോശം കാലവും കണ്ടിട്ടുള്ള ഒരുപക്ഷെ അവസാനത്തെ ആളാണ് HMTക്കകത്ത് നിന്ന് പിരിയുന്ന ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ എന്നുള്ളതാണ്. 34 വർഷത്തെ സേവനം, ശമ്പളമില്ലാതെ പടിയിറക്കം. 1985 ട്രേഡ് അപ്രന്റീസിയായാണ് കൃഷ്ണദാസ് HMTയിൽ കാലുകുത്തുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയിൽ നിന്ന് 34 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി HMT എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറിയും കൂടിയായ പി കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പടിയിറങ്ങിയത് വെറും കൈയോടെ. 2 മാസത്തെ ശമ്പളവും കുടിശ്ശികയാണ്. കളമശ്ശേരിയിൽ 1964 HMTയുടെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടാണ് ഈ നമ്മുടെ കളമശ്ശേരി യൂണിറ്റ് കൊണ്ടുവരുന്നത്. HMTയുടെ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ HMTയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ മാത്തുള്ള എന്ന് പറയുന്ന മലയാളിയാണ് കളമശ്ശേരിയിലോട്ട് HMTയെ കൊണ്ടുവരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ 64 മുതൽ നമ്മൾ ഈ 2024 വരെയും HMT വളരെ അഭിമാന അർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് ലാഭത്തിൽ, ഒരുപക്ഷെ ശമ്പള പരിഷ്കരണം ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും തുടർച്ചയായിട്ട് ലാഭത്തിൽ പ്രവർത്തിച്ചു. ആ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് ഇപ്പോൾ ശമ്പളം പോലും കൊടുക്കാതെ വിരമിച്ചു പോകുന്ന തൊഴിലാളിക്ക് ശമ്പളമോ ഗ്രാറ്റുവിറ്റിയോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ കൈ വീശിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഓഫീസർ വിരമിച്ച സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കെടുതി ഉണ്ടാവുന്നത്. ആ ജീവനക്കാരൻ 3 മാസത്തെ ശമ്പളം ലഭിക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 28-ാം തീയതി വിരമിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തെ ശമ്പളം ഇല്ല, അതായത് മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല, അതാത് മാസത്തെ ശമ്പളം പോലും ലഭിക്കാതെ ഇറങ്ങിപ്പോരേണ്ട ഒരു പൊതുസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ശമ്പള വർധനവും പ്രമോഷനും ഇല്ലാതെയാണ് കമ്പനി ജീവനക്കാർ പിരിയുന്നത്. 2 മാസത്തെ ശമ്പളം കൃഷ്ണദാസ് ഉൾപ്പെടെ ആർക്കും കിട്ടിയിട്ടില്ല. ഗ്രാറ്റുവിറ്റി, ലീവ് എൻക്ലാഷ്മെന്റ്, സെറ്റിൽമെന്റ്, അലവൻസ് തുടങ്ങിയവയൊക്കെ കടലാസുകളിൽ മാത്രം. കൃഷ്ണദാസിന് PF തുക മാത്രം ലഭിച്ചു. തീർച്ചയായിട്ടും ആ സമരം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അന്ന് 2009 തന്നെ HMT കളമശ്ശേരി ഇല്ലാതാവുമായിരുന്നു. പക്ഷെ അന്നത്തെ സമരം UPA സർക്കാരിൽ 8ഓളം മന്ത്രിമാരുണ്ടായിട്ട് പോലും ആ സമരം പെട്ടെന്ന് പരിഹരിക്കുമെന്നുള്ളൊരു മിഥ്യാധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു 3 മാസം പരമാവധി സമരം വേണ്ടി വരുമെന്നുള്ളതാണ്. 3 മാസമല്ല, 1520 ദിവസം 8ഓളം മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഉണ്ടായിട്ട് രാജ്യത്തെ ഗവൺമെന്റിന്റെ രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള നമ്മുടെ AK ആന്റണി സാർ അന്ന് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ സമരം 1520 ദിവസം നീണ്ടു. തീർച്ചയായിട്ടും ആ സമരത്തിന് ഫലമുണ്ടായി. 2014 ഫെബ്രുവരി 28-ന് HMTയുടെ റിവൈവൽ പാക്കേജ്, താൽക്കാലികമായിട്ടാണെങ്കിൽ ചെറുതാണെങ്കിൽ പോലും പുനരുദ്ധാരണ പാക്കേജ് പാസ്സാക്കുകയും തുടർന്ന് HMTയുടെ ആ സന്ദർഭത്തിൽ 1520 ദിവസം ഞങ്ങൾ സമരം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ 1 മണിക്കൂർ പോലും ഉൽപാദന തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. 1 മണിക്കൂർ പോലും ഉൽപാദന തടസ്സം ഉണ്ടാക്കാതെ HMT ഗാന്ധിയൻ സമരം, HMTയുടെ ഗേറ്റിൽ 1520 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നു കൊണ്ട് പോരാടുക ആണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ആ പോരാട്ടത്തിന്റെ ഫലം കേന്ദ്ര സർക്കാരിന് അവഗണിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സമരം വിജയിപ്പിക്കുന്ന സ്ഥിതിയിലോട്ട് എത്തി. പക്ഷെ നിർഭാഗ്യവശാൽ തുടർന്ന് ഈ കഴിഞ്ഞ 2014 സമരം വിജയിച്ചു. 1997 അത് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്. 1997 സമരം, 97 ശമ്പളം ആണ് അന്ന് പരിഷ്കരിക്കപ്പെട്ടത്. 1997 ശമ്പളം 2014 ഫെബ്രുവരി 28-നാണ് പരിഷ്കരിച്ചതെങ്കിൽ ഇന്ന് 2026 ഫെബ്രുവരി 28-ന് ഞാൻ വിരമിക്കുമ്പോഴും ആ 30 വർഷം മുമ്പ് നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെടേണ്ടിയിരുന്ന ശമ്പളമാണ് ഞാൻ ഉൾപ്പെടെയുള്ള HMT ജീവനക്കാർ ശമ്പളമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ HMT എങ്ങനെ ലാഭത്തിൽ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, HMTയിലെ തൊഴിലാളികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, പണ്ടൊക്കെ നമ്മൾ ഓവർ ടൈം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഡബിൾ വേജ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓവർ ടൈം ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HMT ക്യാൻറ്റീനിൽ നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണം തന്നെ ഞങ്ങൾ പോരാടി നേടിയതാണ്. പരിപ്പ് കറിയും ചപ്പാത്തിയാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. HMT നിലനിർത്താൻ വേണ്ടി അവിടുത്തെ ജീവനക്കാർ ഒന്നടങ്കം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഓവർ ടൈം നിൽക്കും. രാത്രിയും പകലുമില്ലാതെ കമ്പനിയിൽ പണിയെടുക്കും. ഈ മാർച്ച് മാസങ്ങളിലൊക്കെ രാത്രിയും പകലുമില്ലാതെ പണിയെടുക്കേണ്ട സന്ദർഭമാണ്. അങ്ങനെ ആ സന്ദർഭത്തിൽ അങ്ങനെ പണിയെടുത്തുകൊണ്ടാണ് HMTയെ മുമ്പോട്ട് കൊണ്ടുപോയത്. 2022-ന് ശേഷം റിട്ടയർമെന്റ് ചെയ്തവർക്ക് ഗ്രാറ്റുവിറ്റി ലഭിച്ചിട്ടില്ല. 1997-ലെ ശമ്പളമാണ് എല്ലാവർക്കും. 29 വർഷം ജീവിത സൂചികയിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് വർധനവ് ലഭിച്ചില്ല, പ്രമോഷനുമില്ല. ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാർ UPA സർക്കാരിനേക്കാൾ കടുകട്ടിയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് HMTയുടെ തകർച്ച പരിപൂർണമാക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിരവധി സന്ദർഭങ്ങളിൽ നിവേദനങ്ങൾ നൽകി, മന്ത്രിതലത്തിൽ ചർച്ച നടത്തി. കഴിഞ്ഞ 2024
ഓഗസ്റ്റ് 19 കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള HD കുമാരസ്വാമി അവർ കളമശ്ശേരിയിൽ സന്ദർശിച്ചു. കളമശ്ശേരി HMTയെ സംബന്ധിച്ചിടത്തോളം മറ്റു യൂണിറ്റുകളൊക്കെ തന്നെ തകർച്ച നേരിടുമ്പോഴും കളമശ്ശേരി HMT ലാഭത്തിൽ പോകുന്നു. ഇതെങ്ങനെയാണെന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആളുകളുടെ സംശയം. അവിടെ വേറെ കള്ളക്കണക്കൊന്നുമില്ല. കഠിനാധ്വാനം ചെയ്ത് തൊഴിലാളികൾ HMTയെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി കളമശ്ശേരി HMTയിൽ വന്നിട്ട് വളരെ തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു, കളമശ്ശേരി HMT വളരെ യശസ്സായിട്ട് ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പോയി HMTയെ പുനരുദ്ധരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും നിർഭാഗ്യവശാൽ 2 വർഷമായി HMTയുടെ പുനരുദ്ധാരണ സംവിധാനങ്ങൾ നടന്നിട്ടില്ല. മറ്റൊന്ന്, HMT ഒരു മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓടുന്ന ഒരു വ്യവസായശാലയാണ്. കൺവെയർ ബെൽറ്റിലൂടെ പോകുന്ന ഒരു വ്യവസായശാലയല്ല. മനുഷ്യന്റെ അധ്വാനമാണ് അവിടെ പ്രധാനപ്പെട്ട ഘടകം. അവിടെ 3500ഓളം ജീവനക്കാർ 2000ന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 90കളുടെ അവസാനങ്ങളിൽ ഈ HMTക്കകത്ത് 16ഓളം ബസ്സുകൾ രാപ്പകൽ ഈ റോട്ടിലൂടെ പോകുമായിരുന്നു. തൊഴിലാളികളെ 5:30 മണിക്ക് HMTയുടെ ഷിഫ്റ്റ് തുടങ്ങുമ്പോൾ 4 മണി മുതൽ അങ്കമാലി, പറവൂർ ഉൾപ്പെടെ പെരുമ്പാവൂർ ഉൾപ്പെടെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും HMTയുടെ 16ഓളം ബസ്സുകൾ തൊഴിലാളികളെ കൊണ്ടുവരുമായിരുന്നു. അത് തന്നെയായിരുന്നു തൊഴിലാളികളുടെ ഊർജ്ജസ്വലതയുടെ പ്രധാനപ്പെട്ട കാരണവും. അത്തരം സംവിധാനങ്ങൾ HMT ക്വാർട്ടേഴ്സിലെ 360ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡായിരുന്നു. ഒരു ഘട്ടത്തിൽ കളമശ്ശേരിയെ ഭരിച്ചിരുന്ന സഖാവ് P മണികണ്ഠൻ HMT ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നതാണ്. അപ്പൊ HMT തൊഴിലാളികൾ കളമശ്ശേരിയെ ആകെ നിയന്ത്രിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഒരു കാലത്ത് രാജകീയം അത്രയും പദവിയും എല്ലാ അർത്ഥത്തിലുള്ള ബഹുമതികളും കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് HMT എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തെ തൊഴിലാളികൾ കളമശ്ശേരിയുടെ വികസനത്തിൽ നൽകിയിട്ടുള്ള സംഭാവന അത് വളരെ മഹത്തരമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കത് മനസ്സിലാവില്ലെങ്കിൽ പോലും 3500ഓളം തൊഴിലാളികൾ, 360ഓളം കുടുംബങ്ങൾ ഇവിടെ കളമശ്ശേരിയിൽ താമസിക്കുന്നു. അവരിലൂടെ അവരുടെ ശമ്പളം മുഴുവൻ ചെലവഴിക്കപ്പെട്ടിരുന്ന ഒരു പഞ്ചായത്താണ് കളമശ്ശേരി എന്നുള്ളതാണ്. ഗോൾഡൻ ഷേക്ക് ഹാൻഡ് എന്ന പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിട്ടെങ്കിൽ നാമമാത്രമായ തൊഴിലാളികളെ നിയമിച്ച തൊഴിലാളികളോ മഹാഭൂരിപക്ഷം HMTയിൽ നിന്ന് പിരിഞ്ഞുപോയി. അതിന്റെ കാരണം ഈ 97 ശമ്പളം അല്ലെങ്കിൽ 30ഓളം വർഷം പഴക്കമുള്ള ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്ന HMTക്കകത്ത് സാധാരണ തൊഴിലാളികളൊന്നും നിലനിൽക്കാൻ കഴിയില്ല. ഞങ്ങളൊക്കെ പിന്നെ നിലനിന്ന് ഞങ്ങൾ നല്ല കാലത്ത് വന്നതാണ്. HMTയുടെ നല്ല കാലവും മോശം കാലവും കണ്ടിട്ടുള്ള ഒരുപക്ഷെ അവസാനത്തെ ആളാണ്. HMTക്കകത്ത് നിന്ന് പിരിയുന്ന ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ. 1997 ശമ്പള പരിഷ്കരണം 2014 ഫെബ്രുവരിയിലാണ് ലഭിച്ചത്. അതിനായി 1520 ദിവസം HMT ഗേറ്റിൽ സത്യാഗ്രഹ സമരം നടത്തി. 34 വർഷം പിന്നിടുമ്പോൾ അടിസ്ഥാന ശമ്പളം 10,700 രൂപ മാത്രം. ഇത്രയും കാലം കളമശ്ശേരിയിൽ ജീവിച്ചെങ്കിലും സ്വന്തം വീട് വെക്കാൻ പോലും കഴിഞ്ഞില്ല. HMT വലിയ തകർച്ചയാണ് നേരിടുന്നത്. ശമ്പളം 30 വർഷത്തേതാണ്. ഇപ്പോൾ പ്രൊഡക്ഷനിൽ, ഉൽപാദനത്തിൽ അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളൊക്കെ മോശമായി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 24ലും 25ലും കനത്ത നഷ്ടമാണ് HMTക്ക് ഉണ്ടായിട്ടുള്ളത്. ആ കനത്ത നഷ്ടത്തിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസായശാലകളിലോട്ടാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസായശാലകളിൽ നിന്നും നമ്മൾക്ക് കൃത്യമായി ലഭിക്കേണ്ട ഫണ്ട് തിരിച്ചു വരില്ല. മെഷീൻ അസംബ്ലി ചെയ്ത് മെഷീൻ ഉൽപ്പാദനം നടത്തി നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ ഒരു പൈസയുടെ പോലും അഡ്വാൻസ് കേന്ദ്ര സർക്കാരിന്റെ വ്യവസായശാലകൾ നൽകുന്നില്ല. അപ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് തിരിച്ച് ആ ഫണ്ട് വൈകും തോറും മറ്റൊരു മെഷീൻ നിർമ്മിക്കുന്നതിലോട്ട് കാലതാമസം വരുന്നു. അപ്പോൾ ഉൽപാദന പ്രവർത്തനത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം ഇല്ലാത്തത് HMTയെ തകർക്കുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യ വിഭവശേഷിയിലെ കുറവ് HMTയെ തകർക്കുകയാണ്. ഇത്തരത്തിൽ നല്ല ശമ്പളക്കുറവ് കൊണ്ട് തന്നെ നല്ല ടെക്നീഷ്യന്മാരെ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല എക്സിക്യൂട്ടീവുകളെ നിയമിച്ചാൽ അവർ 6 മാസമോ പരമാവധി 1 വർഷമോ നിൽക്കുമ്പോൾ അവർ റിസൈൻ ചെയ്തു പോകും. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും HMTയെ അവഗണിക്കുകയും തെറ്റാനുള്ള നിലപാടുകൾ അതേസമയം ഇപ്പൊ കഴിഞ്ഞ ചന്ദ്രയാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രയാൻ നമ്മൾ വിക്ഷേപിച്ചു. ചന്ദ്രയാൻ വിക്ഷേപിച്ച അതിന്റെ പകുതിയോളം കൃത്യമായിട്ടുള്ള ഉപകരണങ്ങൾ കളമശ്ശേരി HMT ഉൾപ്പെടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ HMT എല്ലാവരും ഓർക്കും. കാരണം അതിനാവശ്യമായിട്ടുള്ള മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഷെൽട്ടേൺ ആഗോള അടിസ്ഥാനത്തിൽ പോലും കളമശ്ശേരി HMTയാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറികളിൽ ഈ ഷെൽട്ടേൺ മണിക്കൂറുകളോളം എടുത്തുകൊണ്ട് മിസൈലുകൾ നിർമ്മിക്കുകയാണ്. ആ മിസൈലുകൾ യുദ്ധത്തോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും
യോജിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ HMT ഉൾപ്പെടെയുള്ള മെഷീനറികളുടെ ഉൽപാദനവും ഉൽപ്പന്നവും രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം സംഗതികളിലൊക്കെ തന്നെ ഇപ്പോഴത്തെ BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്വകാര്യവൽക്കരണ നയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുവായിട്ട് നിരസിക്കുന്നതിനുള്ള നിലപാടുകളൊക്കെ തന്നെ HMTയുടെ തകർച്ചയ്ക്ക് കാരണമാണ്. അത്തരത്തിലുള്ള തകർച്ചയുടെ ഭാഗമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനം. HMT ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖലാ വ്യവസായങ്ങളോട് ഒരു ചിറ്റമ്മ നയം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വാച്ചുകൾ ഇല്ലാതാവുന്നത്. HMT വാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമായിരുന്നു ഒരു കാലത്ത്. സാധാരണക്കാരൻ്റെ ആഭരണമായിരുന്നു HMT വാച്ച്. 2016 ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2016 HMT വാച്ച് അടച്ചുപൂട്ടിയെങ്കിലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള അടച്ചുപൂട്ടൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ക്വാർട്ടേഴ്സിൽ 3 മാസം കൂടി താമസിക്കാം, എങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇറങ്ങില്ലെന്നാണ് നിലപാട്. 2022-23 വരെ കളമശ്ശേരി യൂണിറ്റ് ലാഭത്തിലാണെങ്കിലും മറ്റ് 5 യൂണിറ്റുകളെയും കൂട്ടുമ്പോൾ നഷ്ടക്കണക്കാണ് പറയുക. കേന്ദ്ര സ്ഥാപനങ്ങളുമായിട്ടുള്ള ഇടപാടിൽ പണം കിട്ടാൻ താമസിക്കുമ്പോഴുള്ള പ്രവർത്തന മൂലധനമില്ലാതാകുന്നതാണ് കളമശ്ശേരി യൂണിറ്റിന്റെ പ്രധാന പ്രതിസന്ധി. ഇനി HMTയിൽ അവശേഷിക്കുന്നത് 114 സ്ഥിരം ജീവനക്കാർ മാത്രം. ക്യാന്റീൻ, സെക്യൂരിറ്റി, ടെക്നീഷ്യൻ ഉൾപ്പെടെ കരാർ ജീവനക്കാർ 300 പേരുണ്ട്.